ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതു ജീവികളുണ്ടായാലും ബലഹീനതയോ ശക്തമോ, നീളമുള്ളതോ തടിയുള്ളതോ, ഇടത്തരം വലിപ്പമുള്ളതോ, ചെറുതോ വലുതോ, കാണുന്നതോ കാണാത്തതോ ആയവ, ദൂരെയോ അടുത്തോ വസിക്കുന്നവയോ, ജനിക്കുന്നവയോ ഇനിയുള്ളവയോ. ജനിച്ചത് എല്ലാ ജീവികൾക്കും സന്തോഷമുള്ള മനസ്സുണ്ടാകട്ടെ. ബുദ്ധൻ. സർവ്വജീവകാരുണ്യം, യൂണിവേഴ്സൽ കമ്പാഷൻ. ഈ പ്രാർത്ഥന എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള ഒരു അതിവിശാലമായ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം സന്തോഷം മാത്രം തേടുന്നതിനു പകരം എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സമത്വം, ഇക്വാലിറ്റി. ഈ പ്രാർത്ഥന എല്ലാ ജീവജാലങ്ങളും തുല്യമാണെന്ന് ഊന്നിപ്പറയുന്നു. ശക്തന്മാരും ദുർബലന്മാരും, വലിയവരും ചെറിയവരും, കാണുന്നവരും കാണാത്തവരും എല്ലാവരും സന്തോഷം അനുഭവിക്കാൻ അർഹരാണെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനുകമ്പ, എംപാത്തി. ഈ പ്രാർത്ഥന നമ്മെ മറ്റുള്ളവരുടെ കഷ്ടതകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മെ പ്രവർത്തിക്കാനും നമ്മുടെ സ്വന്തം സന്തോഷത്തിൽ അവരെ പങ്കുചേർക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. കർമ്മ. ഈ പ്രാർത്ഥന നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ സ്വന്തം സന്തോഷവും ഐശ്വര്യവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ലോകസമാധാനം, വേൾഡ് പീസ്. ഈ പ്രാർത്ഥന എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിലൂടെ ലോകസമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ സന്തോഷത്തിൽ നിന്നാണ് ലോകസമാധാനം ആരംഭിക്കുന്നതെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥന നമുക്ക് പ്രചോദനം നൽകുന്നതിനൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. മലയാളത്തിൽ ഉള്ള മറ്റ് ചില പ്രചോദനങ്ങൾ. എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വന്തം സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു തുല്യമാണ്. മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നതിലും വലിയ സന്തോഷം മറ്റൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒന്നാണ്. നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാനും ഒന്നിച്ചു വളരാനും നമുക്ക് പഠിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിനും ക്ഷേമത്തിനും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്നതിനൊപ്പം നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇതാ ഈ പ്രാർത്ഥനയുടെ ചില പ്രചോദനാത്മക ഫലങ്ങൾ. സഹാനുഭൂതിയും കരുണയും വർദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടതകളും സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും പോസിറ്റീവ് ഫലങ്ങൾ കൊയ്യാൻ കഴിയും. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മഫലം മെച്ചപ്പെടുത്തുകയും ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യാം. ആന്തരിക സമാധാനം കണ്ടെത്തൽ. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയും നമുക്ക് ആന്തരിക സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയും. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും കൂടുതൽ സന്തുഷ്ടരാകും. ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റൽ. നമ്മൾ എല്ലാവരും ഈ പ്രാർത്ഥന പിന്തുടരുകയും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റാൻ നമുക്ക് സഹായിക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ കരുണയുള്ളതും സഹാനുഭൂതിയുള്ളതുമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭാഗം ചെയ്യാൻ കഴിയും. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും ലോകത്തിലും പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പ്രചോദനം നൽകാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓരോരുത്തരും ഈ പ്രാർത്ഥനയെ തങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ലോകം കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഇതാ ഒരു കഥയും വിശദീകരണവും. ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ രസകരവും ലളിതവും പ്രചോദനാത്മകവുമായ രീതിയിൽ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അച്ചു എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ എപ്പോഴും കുളത്തിൽ കളിച്ചും മരങ്ങൾ കയറിയും കാട്ടിൽ പര്യടനം നടത്തിയും സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മുതിർന്ന സന്യാസി ഇരിക്കുന്ന ഒരു ചെറിയ കൂടാരം കണ്ടു. അവൻ കൂടാരത്തിലേക്ക് അടുക്കുകയും സന്യാസിയോട് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ചോദിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം വിശദീകരിക്കാൻ സന്യാസി പുഞ്ചിരിച്ചു. നോക്കൂ, അവൻ പറഞ്ഞു, ഈ കാട്ടിൽ നോക്കൂ. ഓരോ മരത്തിനും ഇലയ്ക്കും പുഴുവിനും പക്ഷിക്കും അതിന്റേതായ ഒരു ജീവിതമുണ്ട്. ചിലത് വലുതാണ്, ചിലത് ചെറുതാണ്, ചിലത് ശക്തമാണ്, ചിലത് ദുർബലമാണ്. പക്ഷേ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. പക്ഷേ
എങ്ങനെ? അച്ചു ചോദിച്ചു. കടുവകൾ പശുക്കളെ തിന്നുന്നു. മഴയിൽ മരങ്ങൾ വീഴുന്നു. നമ്മൾ എല്ലാവർക്കും സന്തോഷം കൊണ്ടുവരാൻ എന്തു ചെയ്യാൻ കഴിയും? ഒരു ചിരിയോ, ഒരു ദയോ, ഒരു നല്ല വാക്കോ, ഒരു സഹായകരമായ പ്രവൃത്തിയോ എല്ലാം ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ്. സന്യാസി മറുപടി പറഞ്ഞു. നീ ഒരു പൂവിനെ പറിച്ചുമാറ്റാതെ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണെങ്കിൽ അത് ഒരു ചെറിയ സന്തോഷം നൽകുന്നു. നീ ഒരു കിണറിൽ വീഴുന്ന പക്ഷിയെ രക്ഷിക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷം നൽകുന്നു. നിന്റെ ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ നീ ലോകത്തിലെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു. അച്ചു സന്യാസിയുടെ വാക്കുകൾ ചിന്തിച്ചു. അന്നുമുതൽ അവൻ എല്ലാ ജീവജാലങ്ങളെയും കരുണയോടെയും ബഹുമാനത്തോടെയും കാണാൻ തുടങ്ങി. അവൻ പക്ഷികൾക്ക് ഭക്ഷണം നൽകി, മരങ്ങൾ നനച്ചു, കഷ്ടപ്പെടുന്നവരെ സഹായിച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ സ്വയം സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചു. അച്ചുവിന്റെ കഥ നമുക്ക് പഠിപ്പിക്കുന്നത് എന്തെന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിന് നാം ഓരോരുത്തരും ഉത്തരവാദികളാണെന്നാണ്. നമ്മൾ ചെറിയ പ്രവൃത്തികളിലൂടെ എത്രയധികം സന്തോഷം പരത്തുന്നുവോ അത്രയധികം ഈ പ്രാർത്ഥനയുടെ ആത്മാവിനെ നാം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. ഇതാ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതകളും നമുക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങളും. സമത്വം, ഇക്വാലിറ്റി. ഈ പ്രാർത്ഥന എല്ലാ ജീവജാലങ്ങളും തുല്യമാണെന്ന് ഊന്നിപ്പറയുന്നു. വലിയ മരങ്ങൾ മുതൽ ചെറിയ പുഴുക്കൾ വരെ എല്ലാ ജീവികൾക്കും സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്. കരുണ, കമ്പാഷൻ, മറ്റുള്ളവരുടെ കഷ്ടതകൾ അനുഭവിക്കാനും അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥന. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാനും അതിനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഇത് സഹായിക്കുന്നു. സഹകരണം, കോർപ്പറേഷൻ. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ബാധിക്കുന്നുവെന്നും ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നു. നാം മറ്റുള്ളവരുടെ സഹായത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ലോകത്തെ മെച്ചപ്പെടുത്തുന്നു. ആന്തരിക സമാധാനം, ഇന്നർ പീസ്. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വയം സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം വരുത്താനും ഇത് നമ്മെ സഹായിക്കുന്നു. ഈ പ്രാർത്ഥന ഇന്ത്യൻ സംസ്കാരത്തിലും ആത്മീയതയിലും വളരെ പ്രാധാന്യമുള്ളതാണ്. അഹിംസ, കരുണ, സേവനം എന്നീ മൂല്യങ്ങളെ ഊന്നിപ്പറയുന്നതാണ് ഇത്. ഈ പ്രാർത്ഥന ജപിക്കുന്നതിലൂടെയും അതിന്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിലൂടെയും നമുക്ക് ലോകത്തെ കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റാൻ കഴിയും. ഓരോരുത്തരും ഈ പ്രാർത്ഥനയെ തങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ലോകം കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.